ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു IPO ഓപ്പൺ ആവുന്നുണ്ട്. ഡോക്ടർ അഗർവാൾസ് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു കണ്ണാശുപത്രിയുടെ IPO എന്ന് പറയാം. ഈ IPOയുടെ റിവ്യൂ ആണ് ഈ വീഡിയോ. വെൽക്കം ടു മൈ വീഡിയോ. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇതൊരു 3027 കോടി രൂപയുടെ IPO ആണ്. ഈ കമ്പനിയെക്കുറിച്ച് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ഹോസ്പിറ്റൽ ചെയിൻ ആണ് ഈ കമ്പനി എന്ന് പറയാം. തമിഴ്നാട് ഹെഡ് ക്വാർട്ടേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചെന്നൈ ഹെഡ് ക്വാർട്ടേർഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. 1957 എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഈ കമ്പനി ഒരു പത്മഭൂഷൺ വിന്ന ജേതാവായിട്ടുള്ള ഒരു ഒപ്താൽമോളജിസ്റ്റിൻ്റെ കമ്പനിയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ കമ്പനി ഉള്ളത്. ചെന്നൈ ആണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഏകദേശം 209 ഐ ഹോസ്പിറ്റലാണ് ഇവർ നടത്തുന്നത്. ക്ലിനിക്കുകളും അതിൽ പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 90% റവന്യൂവും ഇവർക്ക് വരുന്നത് ഇതിൽ നിന്ന് തന്നെയാണ്, ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. 1332 കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി കഴിഞ്ഞ വർഷം ജനറേറ്റ് ചെയ്തത്. 10% റവന്യൂ വരുന്നത് ആഫ്രിക്കയിൽ നിന്നാണ്. അപ്പോൾ പിന്നെ പ്രധാനമായിട്ടും ഇവർ ചെയ്യുന്നത് ഈ തിമിരം ശസ്ത്രക്രിയ, കാറ്ററാക്ടിൻ്റെ മെയിൻലി ഒരു സർജറി വഴിയാണ് ഇവരുടെ 65% കമ്പനിയുടെ റവന്യൂ വരുന്നത്. അപ്പോൾ ഒപ്റ്റിക്കൽ ആൻഡ് ഫാർമ പ്രൊഡക്റ്റുകളിൽ നിന്നാണ് 20% റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. ബാലൻസ് ഒക്കെ വരുന്നത് കൺസൾട്ടേഷൻ, ഹോസ്പിറ്റലാകുന്ന സമയത്ത് കൺസൾട്ടേഷൻ ഉണ്ടാകും, സർജറി ഉണ്ടാകും, അതുപോലെ തന്നെ മെഡിസിന്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് റവന്യൂ സെഗ്മെൻ്റ് ആയിട്ട് വരിക. അപ്പോൾ ഇവരുടെ റവന്യൂ സെഗ്മെൻറ്റ് വളരെ ക്ലിയർ ആണ്. 65% റവന്യൂ വരുന്നത് ഏകദേശം ഈ പറയുന്ന കാറ്ററാക്ടിൻ്റെ ശസ്ത്രക്രിയ തിമിര ശസ്ത്രക്രിയ തന്നെയാണ്. ബാക്കി 20% ഫാർമ പ്രൊഡക്റ്റുകളിൽ നിന്നും ബാലൻസ് കൺസൾട്ടേഷനിൽ നിന്നുമാണ് വരുന്നത്. അപ്പോൾ ഈ 3027 കോടി രൂപയുടെ IPO എന്ന് പറയുന്ന സമയത്ത് ഇതിൽ 300 കോടി രൂപയുടേതാണ് ഫ്രഷ് ഇഷ്യൂ, അതായത് പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നത്. ഈ ഒരു പൈസയാണ് കമ്പനിയിലേക്ക് പോകാൻ പോകുന്നത്. ഇതിൽ 195 കോടി രൂപ ഡെറ്റ് റീപേയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് കമ്പനി ഉപയോഗിക്കാൻ പോകുന്നത്. ഇതോടുകൂടി കമ്പനി കംപ്ലീറ്റ് ആയിട്ട് ഡെറ്റ് ഫ്രീ ആയിട്ട് മാറും എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ 2727 കോടി രൂപ ഇത് വരുന്നത് അവരുടെ ഇൻവെസ്റ്റേഴ്സിൽ നിന്നും അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സ് സെല്ല് ചെയ്യുന്നതാണ്. 80% ഇതിൽ ടീം സ്റ്റേക്കിൻ്റെ, അതായത് ടീം സ്റ്റേക്കും TPGയും ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സാണ്. ഇവർ എക്സിറ്റ് ചെയ്യുകയാണ്. കാരണം 62% ഇവർക്ക് ഇപ്പോൾ ഹോൾഡിങ്സ് ഉള്ളത്. അത് 43% കുറയും. അതുപോലെ തന്നെ 20% OFS പ്രൊമോട്ടർ ഭാഗത്തു നിന്നാണ് വരുന്നത്. അവർക്കിപ്പോൾ നിലവിൽ 38% ഹോൾഡിങ്സ് മാത്രമേ ഉള്ളൂ പ്രൊമോട്ടർക്ക്. അത് 32% കുറയും. അങ്ങനെയാണ് ഈ പറയുന്ന 3027 കോടി രൂപയുടെ ഫാബ്രിക്കേഷൻ വരുന്നത്. ഇതിൻ്റെ പ്രൈസ് ബാൻഡ് 382-നും 402-നും ഇടയിലാണ്. 12,698 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ഒരു കമ്പനിയാണ്. ഇതിൽ 24% ഡൈല്യൂട്ട് ആവുന്നത്. IPO 29 ജനുവരി, അതായത് ഇന്ന് ഓപ്പൺ ചെയ്തിട്ട് 31 ജനുവരി 2025 വരെയാണ് ഇതിൻ്റെ ഓപ്പണിംഗ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 5 ഫെബ്രുവരിക്കാണ് അല്ലെങ്കിൽ 5 ഫെബ്രുവരിക്കാണ് ഇതിൻ്റെ ലിസ്റ്റിംഗ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹോസ്പിറ്റൽ ചെയിൻ ആണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ഹോസ്പിറ്റൽ ചെയിനാണ് ഇവർ. തമിഴ്നാട്ടിൽ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. പത്മവിഭൂഷണൊക്കെ ജേതാവായിട്ടുള്ള ഒരു വലിയ ഡോക്ടറെ കീഴിൽ തന്നെയാണ് ഇതിൻ്റെ സംരംഭം. 1957 മുതലുള്ള ഒരു ട്രഡീഷനുള്ള ഒരു കമ്പനി തന്നെയാണ്, സംശയമൊന്നുമില്ല. ഇനി ഇതിൻ്റെ ഗ്രോത്തും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 37,800 കോടി രൂപയുടേതാണ് ഇന്ത്യയുടെ മൊത്തം ഐ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സെഗ്മെൻറ്റിൽ മാത്രം വരുന്നത്. ഐ കെയർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇത്രയും മാത്രമാണ്. 37,800 കോടി രൂപയാണ്. ഇതിൽ 15% താഴെ മാത്രമാണ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിലുള്ളത്. ബാക്കി വരുന്നതൊക്കെ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള പല ആശുപത്രികളും ക്ലിനിക്കുകളും ഒക്കെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രി അടുത്ത ഒരു വർഷങ്ങളിൽ ഒരു 12 മുതൽ 14% വരെയുള്ള ഗ്രോത്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതൊരു ഫാസ്റ്റ് ഗ്രോയിങ് സൂപ്പർ സ്പെഷ്യാലിറ്റി സെഗ്മെൻറ്റ് തന്നെയാണ്. പക്ഷേ ഇതിന് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറ്ററാക്ട് സർജറിയാണ് ഇവരുടെ മേജർ സോഴ്സ് ഓഫ് റവന്യൂ എന്ന് പറയുന്നത്. ഈ തിമിരത്തിനുള്ള ശസ്ത്രക്രിയയാണ് ഏറ്റവും വലിയ സോഴ്സ് ഓഫ് റവന്യൂ ആയിട്ട് പറയുന്നത്. ഇത് ഒരു 4% ഗ്രോത്ത് മാത്രമാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ സർജറി റിയലൈസേഷൻ ഒരു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള റവന്യൂ ആയിട്ടാണ് ഈ കമ്പനിയെ സംബന്ധിച്ചിട്ടും പറയുന്നത്. ഇനി വോളിയം നോക്കിക്കഴിഞ്ഞാൽ റവന്യൂ 2022 സാമ്പത്തിക വർഷത്തിൽ 700 കോടി രൂപയുടെ റവന്യൂ ആണ് 6 മാസം കൊണ്ട് കമ്പനി നേടിയത്. അപ്പോൾ ഈ ഒരു വർഷം 2025 ഏപ്രിൽ 1 മുതൽ ഡിസംബർ വരെ, അല്ലെങ്കിൽ സെപ്റ്റംബർ വരെ നോക്കുന്ന സമയത്ത് 820 കോടി രൂപയായിട്ട് ഇത് കൂടിയിട്ടുണ്ട്. പുതിയ ഫെസിലിറ്റികൾ ഇന്ത്യയിൽ 30 ഈ കഴിഞ്ഞ 6 മാസം കൊണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. 2024 മൊത്തം ആഡ് ചെയ്തത് 42 പുതിയ ഹോസ്പിറ്റൽസ് ആയിരുന്നു.
നല്ല സർജറിയിൽ വലിയ രീതിയിലുള്ള മാറ്റം അല്ലെങ്കിൽ നമ്പർ ഓഫ് സർജറി കണ്ടക്ട് ചെയ്യുന്നതിൽ ഈ ഹോസ്പിറ്റലിന് വളരെയേറെ വർദ്ധിച്ചതായിട്ട് കാണുന്നുണ്ട്. ഒരു സർജറിയിൽ നിന്നും അവർക്ക് ആവറേജ് റവന്യൂ എന്ന് പറയുന്നത് ഏകദേശം 51,000. സാധാരണ ഹോസ്പിറ്റൽ കമ്പനികളെ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് ആവറേജ് റവന്യൂ പെർ ഓപ്പറേറ്റിംഗ് ബെഡായിട്ടാണ് പറയുക. അപ്പോൾ ഇവരെ സംബന്ധിച്ചിട്ടും ഏകദേശം ഒരു 51,000 രൂപയുടെ ആണ് ഒരു കാറ്ററാക്ട് സർജറിയിൽ നിന്ന് ഇവർക്ക് ആവറേജ് റവന്യൂ ആയിട്ട് നമ്മൾ എക്സ്പെക്റ്റ് അല്ല, അതൊരു ഡാറ്റ പ്രകാരം കാണുന്നത്. ഇത് ഒരു 18 മാസമായിട്ട് ഏകദേശം 1.5 കൊല്ലമായിട്ട് ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. ഈ ഒരു എമൗണ്ട് ഏകദേശം ആ ഒരു ആവറേജ് റവന്യൂ എന്ന് പറയുന്നത് കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല എന്നുള്ളതാണ്. പിന്നെ ഇവരുടെ എക്സ്പെൻസിൻ്റെ ആ ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ, അതായത് ഇവർ കൊടുക്കുന്നവരുടെ തേയ്മാനം, ഇവരുടെ എക്യുപ്മെൻറ്റ്സും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ കൊടുക്കുന്ന എക്യുപ്മെൻറ്റ്സിനൊക്കെ കൊടുക്കുന്ന തേയ്മാനവും അത് റെൻ്റൽ കോസ്റ്റും ഏകദേശം 266 കോടി രൂപയാണ് വരുന്നത്. കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ മൊത്തം ഒരു വർഷം കൊടുത്തിരിക്കുന്ന ഡിപ്രീസിയേഷനും അതുപോലെ തന്നെ ലീസും റെൻറ്റും കാര്യങ്ങളൊക്കെ 266 കോടി രൂപയാണ് വരുന്നത്. ഇത് റവന്യൂയുടെ 20%, മൊത്തം റവന്യൂയുടെ 20% ഈ ഒരു ഭാഗം മാത്രമായിട്ട് പോകുന്നുണ്ട്. ഇത് മറ്റ് ലിസ്റ്റഡ് പ്ലെയേഴ്സിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത്, മറ്റ് ലിസ്റ്റഡ് ഹോസ്പിറ്റൽ പ്ലെയേഴ്സ് ആയിട്ടുള്ള അവരൊക്കെ നോക്കുന്ന സമയത്ത് വെറും 8% മാത്രമേ, റവന്യൂയുടെ 8% വരെയാണ് അവർ നിജപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇവരെ സംബന്ധിച്ചത് 20%-ഓളം വരുന്നു എന്നുള്ളതാണ്. ഇവരുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് പാറ്റ് മാർജിനും ഏകദേശം 5 മുതൽ 7% വരെയാണ്. ഇതും മറ്റുള്ള മിഡ് ക്യാപ്പ് അല്ലെങ്കിൽ വലിയ പ്ലെയേഴ്സുമായിട്ട്, ഞാൻ അപ്പോളോ ഹോസ്പിറ്റലോ അങ്ങനെയുള്ളവരുമായിട്ടല്ല, ഫോർട്ടിസൊന്നുമായിട്ടല്ല കമ്പയർ ചെയ്യുന്നത് കിംസ്, ജൂപ്പിറ്റർ ലൈഫ്, അതുപോലെ തന്നെ റെയിൻബോ ചൈൽഡ് കെയർ, യദ്രത് ഹോസ്പിറ്റൽ, ഇവരൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറവായിട്ടാണ് തോന്നുന്നത്. അവരുടെ ബിസിനസ് മോഡലും വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ EV/EBITDA മോഡലിൽ നമുക്ക് ഇവരെ കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് കമ്പയർ ചെയ്തതിന് അർത്ഥമില്ല. ഇനി ഇതിൻ്റെ പ്രൈസിങ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഈ ഫസ്റ്റ് 6 മന്ത്സിൻ്റെ പെർഫോമൻസ് ഈ വർഷത്തെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ 40% ആനുവൽ പ്രോഫിറ്റിൻ്റെ 40% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഭാഗത്താണ്. 2025 ഫസ്റ്റ് ഹാഫിലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 40 കോടി രൂപ എടുക്കുന്ന സമയത്ത് 2025 പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എസ്റ്റിമേഷൻ ഏകദേശം 100 കോടി രൂപ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഏറ്റവും നല്ല കണ്ടീഷനിൽ പോയാൽ പോലും 100 കോടി രൂപയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 2026 എക്സ്പെക്ട് ചെയ്യുന്നത് കമ്പനി 140 കോടി രൂപയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 2026 എസ്റ്റിമേറ്റഡ് P 91 എന്നാണ് കാണുന്നത്. 1 ഇയർ ഫോർവേഡ് പി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് 91 പിയിലാണ് ഉള്ളത്. അത് വളരെ അഗ്രസീവായിട്ട് തോന്നുന്നു. അതുപോലെ തന്നെ ഒരു മിഡ് സൈസ് ഹോസ്പിറ്റൽ ചെയിനിൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ കിംസ്, ജൂപ്പിറ്റർ, റെയിൻബോ ഇവരൊക്കെ ട്രേഡിംഗ് പി ഏകദേശം 44-നും 55-നും ഇടയിലാണ് വരുന്നത്. അതായത് ഈ ഒരു സമയത്ത് ഈ ഒരു പ്രൈസിങ് വെച്ച് നോക്കുന്ന സമയത്ത് ഇവിടുന്ന് അങ്ങോട്ട് ഇനി പ്രൈസിങ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എക്സ്ട്രീംലി നല്ല രീതിയിലുള്ള പ്രൈസിങ് ആണ് നടത്തിയിരിക്കുന്നത്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻസ് അറിയാലോ. അതുപോലെ തന്നെ ഇവരുടെ സബ്സിഡിയറി ആയിട്ടുള്ള ഒരു 72% സബ്സിഡിയറി ആയിട്ടുള്ള മറ്റൊരു കമ്പനി അഗർവാൾസ് ഐ ഹോസ്പിറ്റലെ BSEയിൽ ഓൾറെഡി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 71.9% ഓഹരികൾ ഈ കമ്പനിയാണ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ BSEയിൽ ഓൾറെഡി ഉണ്ട്. അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 2250 കോടി രൂപയാണ്. ഈ ഒരു സബ്സിഡിയറി ഏകദേശം 70% പാരന്റ് കമ്പനിയുടെ കീഴിൽ തന്നെയാണ് വരുന്നത്. ഇവരുടെ ഫസ്റ്റ് ഹാഫിലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും PE മൾട്ടിപ്പിൾസ് ഒക്കെ നോക്കുമ്പോൾ അത് 40x വരുന്നത്. അപ്പോൾ അവരുടെ പ്രൈസിങ് പബ്ലിക് മാർക്കറ്റിൽ ഏകദേശം ഒരു 40x നിൽക്കുന്ന സമയത്താണ് ഇവരിങ്ങനെ ഒരു വലിയൊരു പ്രൈസുമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു IPO അതിൻ്റെ ഡബിളിൽ പ്രൈസ് ചെയ്തിരിക്കുന്നു. അതൊരു കുറച്ച് ഒരു വല്ലാത്തൊരു പ്രൈസിങ് ആയിട്ട് പോകുന്നതിൽ എനിക്കും തോന്നി. അപ്പോൾ അതുപോലെ തന്നെ ഈ കമ്പനി സബ്സിഡിയറി ആയിട്ട് മെർജ് ചെയ്യാനുള്ള സാധ്യതകളും അടുത്ത ഒരു 12 മാസത്തേക്ക് ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരു ആർബിട്രേജ് പ്ലേ കൂടി ആയിരിക്കും. മർജർ റേഷ്യോസ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു അൺസർട്ടനിറ്റി അവിടെയുണ്ട്. സോ പിന്നെ വേറൊരു കാര്യം പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ്. ഇത്രയും വലിയ പ്രോഫിറ്റബിലിറ്റിയും ഇത്രയും വലിയ അസറ്റ് ലൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രീ പ്രൊമോട്ടർ IPO വെറും 38%ആണുള്ളത്. അല്ലെങ്കിൽ ഒരു 38% മാത്രമാണ് ഇത്ര ഒരു പ്രൊമോട്ടർ ഹോൾഡിങ്സ് ഇതിലുള്ളത്. 130 കോടി രൂപയുടെ നെറ്റ് ക്യാഷ് സർപ്ലസ് ആണ് ഈ കമ്പനിയുടെ കയ്യിലുള്ളത്. ഫ്രഷ് ഇഷ്യൂ നോക്കിക്കഴിഞ്ഞാലും ഒരു അൺനെസസറി ഡയലൂഷനായിട്ടാണ് തോന്നുന്നത്. അസറ്റ് ലൈറ്റ് ആയിട്ടുള്ള ബിസിനസ് ആണെങ്കിലും ഒരു വണ്ടർ കോസ് എന്ന് പറയേണ്ട ഒരു പ്രൊമോട്ടർ ഹോൾഡിങ്സ് ഒന്നും ഇതിൽ കാണുന്നില്ല. സോ എൻ്റെ ഒരു അഭിപ്രായം പ്രൊമോട്ടർക്ക് 32% കുറയും. 43% സ്റ്റേക്ക് 2 ഫിനാൻഷ്യൽ ഇൻവെസ്റ്റേഴ്സാണ് ഹോൾഡ് ചെയ്യുന്നത്. അവരേകദേശം 6 മാസത്തിന് ശേഷം അവരുടെ ലോക്ക് ഇൻ പീരീഡ് കഴിയുന്ന സമയത്ത് ബാക്കിയുള്ള ടീം സ്റ്റേക്കോ അല്ലെങ്കിൽ TPG അവർ വീണ്ടും എക്സിറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം പ്രൈസിങ്ങിൽ വീണ്ടും കുറവ് വരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല.
സോ പ്രൈസിങ്ങിൻ്റെ ബേസിൽ മാത്രം എനിക്ക് ഒരു അഗ്രസീവായിട്ട് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞാനിതിനെ അവോയ്ഡ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം നമുക്ക് വേറെ ഹോസ്പിറ്റൽ ചെയിനിലുള്ള നല്ല സ്റ്റോക്കുകൾ ഇതിൻ്റെ പകുതി പിയിൽ അവൈലബിൾ ആണ്. ഇവരൊരു ഐ ഹോസ്പിറ്റൽ ചെയിൻ മാത്രമാണ്. ബാക്കിയുള്ള ഹോസ്പിറ്റൽസൊക്കെ നോർമൽ ഹോസ്പിറ്റൽ കേസസ്, എല്ലാ തരത്തിലുള്ള ഹോസ്പിറ്റൽ കേസസും ഡീൽ ചെയ്യുന്ന കമ്പനികളാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഹോസ്പിറ്റൽ ചെയിനിലേക്ക് എതിരത്തോ അല്ലെങ്കിൽ റെയിൻബോ ചൈൽഡ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നോക്കാം. അല്ലാതെ ജൂപ്പിറ്റർ അല്ലാതെ ഇത് വേണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്ക് വേണമെങ്കിൽ പ്രൈസിങ് ഇതേപോലെ പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സൊക്കെ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് വാല്യൂഷൻ ഫെയർ ആയിട്ട് വരുന്ന സമയത്ത് വാങ്ങാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഞാനൊരു സജസ്റ്റ് ചെയ്യുന്നില്ല, ഞാൻ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഇതെൻ്റെ തീരുമാനമാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവാം. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ അനാലിസിസുകൾ കൂടി നടത്തിയതിന് ശേഷം മാത്രം IPO ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള സജഷൻസ് ആണ്, മോട്ടിവേഷനാണ്. വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക. അതിപ്പോൾ നല്ലതായാലും മോശമായാലും നമുക്കത് അടുത്ത വീഡിയോയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു കാഷ്വൽ വീഡിയോ ആയിരുന്നു. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഇൻ മാർക്കറ്റ് ഈസ് ഓൾവേസ് ഇൻ ദ ലെൻസ് ഓഫ് റിസ്ക്. അതുകൊണ്ട് അത് കൂടി കണക്കിലെടുത്ത് വേണം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട്. Have a nice day. Enjoy yourself. Thank you.